പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, ജീവിതം ചിലപ്പോഴൊക്കെ വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആരും കാണാത്ത കണ്ണുനീരും ആരോടും പറയാൻ പറ്റാത്ത ഹൃദയവേദനകളുമായി നടക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? ഒരു നിമിഷം ഈ സന്ദേശം കേൾക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ്. ഇവിടെ കാണുന്നത് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ്. അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒത്തിരി വലിയ പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ നടക്കുന്നത്. ആത്മഹത്യ ചെയ്യണമോ, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും എന്ന ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ കുന്നുകൂടി നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ആ യേശുവാ വിളിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ആ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? രണ്ടാമത് പറയുന്നു, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ വരുവിൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാണോ? ഒത്തിരി ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. രോഗം, കടം, സാമ്പത്തിക തകർച്ച, മക്കളുടെ വിദ്യാഭ്യാസം, ഭവനം, തൊഴിലില്ലായ്മ, ഇങ്ങനെ ഒത്തിരി 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 വിഷയങ്ങളുമായി ഭാരപ്പെട്ട് നമ്മൾ നടക്കുന്ന വ്യക്തിയായിരിക്കാം. നമ്മുടെ വിഷയങ്ങളൊക്കെ ആ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് വെച്ചു കൊടുക്കൂ. നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ ഭാരങ്ങളെ അങ്ങ് ഇറക്കി വയ്ക്കാം. അടുത്തതായിട്ട്, നമ്മൾ ഭാരം ഇറക്കി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു ആശ്വാസം ലഭിക്കും. ഈ ലോകം തരുന്ന ആശ്വാസവും നമ്മുടെ സുഹൃത്തുക്കൾ തരുന്ന ആശ്വാസങ്ങളും ഒക്കെ താൽക്കാലികം മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് മാറിപ്പോകും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ആശ്വാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിത്യമായ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ പകരും. ആ സമാധാനം നമ്മെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പ്രിയമുള്ളവരെ, ആ ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് ഇറക്കി വെച്ച് ഹൃദയത്തിൽ ആ ദൈവത്തോട് പറ, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നോടൊന്ന് ക്ഷമിക്കണമേ, അവിടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ ഭാരങ്ങൾ ഇന്നതാണെന്ന് ദൈവസ്ഥലത്ത് ഇറക്കി വെച്ച് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ ഹൃദയത്തിലൊരു സമാധാനം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. ദൈവിക സാന്നിധ്യം നിങ്ങളെ വഴി നടത്തും. ആ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ നിർത്തുന്നു. ആമേൻ. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവേ, ഈ സന്ദേശം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അവിടുത്തെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും വന്നപ്പോൾ പലരാലും ഉപേക്ഷിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ഹൃദയം നുറങ്ങി തകർന്നുമിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന തൻ്റെ മക്കൾക്ക് ആശ്വാസമായി അങ്ങയുടെ കരം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ അവരെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം കൊടുക്കാത്ത സമാധാനം, ലോകം നൽകാത്ത സ്നേഹം അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടപ്പ. ഈ തൻ്റെ മക്കളെ അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. ഭാരത്തോടും വേദനയോടും നിരാശയോടുമായിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വചനം ഒരു ആശ്വാസമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഭാരപ്പെടുന്നു ആ വിഷയങ്ങൾക്കെല്ലാം ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ ഏൽപ്പിച്ച് ഓരോ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.